ഹലോ, ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. കുറഞ്ഞ ചിലവ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള ഓളും കൂടെ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി ഈ കസ്റ്റാർഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം നോക്കാം. ആദ്യം നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുക്കുക. സ്ട്രോബെറി എടുത്തിട്ടുണ്ട്, മുന്തിരി, കിവി, ആപ്പിള്, ബ്ലാക്ക് ഗ്രേപ്സ്, ഗ്രീൻ ഗ്രേപ്സ് ഒക്കെയാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കുക. തേനില്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് കസ്റ്റാർഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 4 ടേബിൾ സ്പൂണ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുക. ആ സമയത്ത് നമ്മൾ സോസ് പാനിൽ വെച്ച പാൽ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം, കൂടിപ്പോവരുത്. കൂടിപ്പോയാൽ മഞ്ഞൾപ്പൊടിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ കസ്റ്റാർഡ് പൗഡറൊന്നും ചേർക്കണില്ല. അതാണ് ഞാൻ കുറഞ്ഞ ചിലവിൽ എന്ന് പറഞ്ഞത്. വെറും അരിപ്പൊടിയും പാലും മാത്രമേ ആവശ്യമുള്ളൂ. ഇത് കട്ട നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മുടെ പാലിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ജസ്റ്റ് പാലും പഞ്ചസാര മാത്രമേ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് നേരത്തെ ഇളക്കി വെച്ച അരിപ്പൊടീൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. കട്ടാതെ ശ്രദ്ധിക്കുക. അടി തട്ടിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. തീ കുറച്ചിട്ടിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് ഓഫാക്കുക. കുറച്ചും കൂടി ടൈറ്റാവാൻ നിന്നിട്ടുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റായി പോകും. അതുകൊണ്ട് നല്ല ലൂസുള്ളൊരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുക. അപ്പോൾ തന്നെ ഓഫാക്കുക. എന്നിട്ട് നേരത്തെ അരിഞ്ഞ് വെച്ച് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് കിട്ടിയ ഫ്രൂട്ട്സാണ് ഞാൻ ചേർത്തത്. നിങ്ങൾക്ക് മാങ്ങ, പഴം അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലാവില്ല. അത്രയും കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒക്കെ അതേ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.